നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഖ്യകളുടെ കളിയാണ് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം. അത് സത്യമാണോ അല്ലയോ എന്നത് പലരിലും സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. എങ്കിലും പലരും സംഖ്യാശാസ്ത്രത്തെ അതിരുവിട്ട് സ്നേഹിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ബിസിനസ്സുകാരും സെലിബ്രിറ്റികളുമൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളിൽ സംഖ്യാപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ സൂക്ഷിക്കാറുണ്ട്. അവരുടെ കാറിന്റെ നമ്പർ മുതൽ പേരിന്റെ അക്ഷരങ്ങൾ വരെ ന്യൂമറോളജി അനുസരിച്ച് മാറ്റാറുണ്ട്. നമ്പറുകളിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പലരും ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും സംഖ്യാശാസ്ത്രപരമായിട്ട് ഭാഗ്യം കൊണ്ടുവരും എന്നുള്ളതാണ് വാസ്തവം. സംഖ്യാശാസ്ത്രത്തിലെ ഓരോ സംഖ്യയും വ്യത്യസ്ത രീതികളിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഓരോ സംഖ്യയും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിജയിക്കുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയാലും മൊബൈൽ ഫോൺ കൂടെ കരുതാറുണ്ട്. മൊബൈൽ നമ്പർ എന്ന് നാം വിളിക്കുന്ന സംഖ്യകളും അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്രപരമായിട്ട് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ന്യൂമറോളജി അനുസരിച്ച് അവ നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ കൂട്ടിയാൽ കിട്ടുന്ന തുക. അത് നോക്കി നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ പല രഹസ്യങ്ങളും പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി അറിയാം, ഭാഗ്യനിർഭാഗ്യങ്ങളെ കുറിച്ച് അറിയാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിന്റെ ആ 10 അക്കങ്ങളും പരസ്പരം കൂട്ടുക. അത് കൂട്ടി അവസാനമായിട്ട് കിട്ടുന്ന ആ ഒരു സംഖ്യ നോക്കിയാണ് സംഖ്യാശാസ്ത്രപരമായിട്ട് മൊബൈൽ നമ്പർ ഭാഗ്യമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പർ 9874569865 ഇങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടി കിട്ടുന്ന തുക എന്താകുമെന്ന് നോക്കണം. അതായത് 9 + 8 + 7 + 4 + 5 + 6 + 9 + 8 + 6 + 5 ഇതെല്ലാം കൂട്ടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് 67 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ വീണ്ടും കൂട്ടണം. അതായത് 67 2 ഡിജിറ്റുള്ള നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ 1 ഡിജിറ്റ് ആക്കി മാറ്റണം. അതിനായിട്ട് നമ്മൾ 6 + 7 വീണ്ടും കൂട്ടുകയാണ്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന നമ്പർ 13 ആണ് അല്ലെ. 13ഉം 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും കൂട്ടുക 1 + 3. അപ്പൊ 4 എന്നുള്ള സംഖ്യയാണ് നമുക്ക് ഈ മൊബൈൽ നമ്പർ കൂട്ടിയിട്ടുള്ള തുകയായിട്ട് ലഭിക്കുന്നത്. ഇത് നോക്കിയിട്ടാണ് നിങ്ങളുടെ നമ്പർ ഭാഗ്യം വരുത്തുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, എല്ലാവരും മൊബൈൽ നമ്പർ കൂട്ടുക. ഈ പറഞ്ഞതുപോലെ എത്രയാണോ നിങ്ങളുടെ ആ ഒരു കൂട്ടിയ തുക ലഭിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഫലങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂട്ടിക്കിട്ടുന്ന തുക 1 ആണ് എങ്കിലുള്ള ഫലങ്ങളെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. ന്യൂമറോളജി അനുസരിച്ച് ഭാഗ്യമുള്ള മൊബൈൽ നമ്പർ ആണ് 1. സൂര്യനുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുല്ലിംഗ നമ്പർ പോസിറ്റീവ് ഊർജം, അധികാരം, നേതൃത്വം, ആധിപത്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വിജയത്തിന്റെയും പ്രശസ്തിയുടെയും ഘടകമാണ് ഈ ഒരു നമ്പർ എന്നുള്ളതാണ്. ബിസിനസ്സിനും കരിയറിനും വലിയ സംഖ്യയാണിത്. നിങ്ങൾ ഒരു സംരംഭകന് അല്ലെങ്കിൽ ഒരു ടീം ലീഡർ, ഏതെങ്കിലും വലിയ പ്രൊജക്ട് കൈകാര്യം ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ കരിയർ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രാരംഭഘട്ടത്തിലോ ആണെങ്കിൽ 1 മികച്ച സംഖ്യയാണ്. അതേസമയം പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അത്ര നല്ല സംഖ്യയല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് മൊബൈൽ നമ്പറിന്റെ ആകെത്തുക 2 വരുന്നവരെ കുറിച്ച് പറയാം. അവിവാഹിതർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള സംഖ്യയാണ് 2. ന്യൂമറോളജി പ്രകാരം ഭാഗ്യമുള്ള നമ്പർ. ഈ സംഖ്യ വേദിക് സംഖ്യാശാസ്ത്രത്തിൽ ചന്ദ്രനെയാണ് പ്രതിനിധീകരിക്കുന്നത്.
ഇത് വികാരം, നയതന്ത്രം, സംവേദനക്ഷമത, തന്ത്രപരമായിട്ടുള്ള സ്വഭാവം എന്നിവ നൽകുന്നു. സേവന വ്യവസായം, NGO, നഴ്സിംഗ്, കലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവസായം എന്നിവയിലുള്ളവർക്ക് ഈ നമ്പർ മികച്ചതാണ്. കുടുംബത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിനെ ഫാമിലി നമ്പർ എന്നും വിളിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് മൊബൈൽ നമ്പറിന്റെ ആകെ തുക 3 ലഭിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ അശ്രദ്ധമായിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യം നൽകുന്ന സംഖ്യയാണ് 3. ഈ സംഖ്യ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പോസിറ്റീവ് ഊർജം നൽകുന്നു. ഒരു വ്യക്തിയെ ശുഭാപ്തി വിശ്വാസിയാക്കുന്നു. ക്രിയേറ്റീവ് രംഗത്തുള്ളവർ, കലാകാരന്മാർ, ആത്മീയ നേതാക്കൾ, എഴുത്തുകാർ, കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഉപദേശക തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടവർ, അധ്യാപനം, സംഗീതജ്ഞർ, മോട്ടിവേഷണൽ സ്പീക്കറുകൾ, ഗാനരചയിതാക്കൾ എന്നിവർക്ക് ഈ നമ്പർ മികച്ചതാണ്. നിങ്ങൾ വളരെ കാലമായിട്ട് മോശം മാനസികാവസ്ഥയിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നല്ല ആളുകളെയോ സാഹചര്യങ്ങളെയോ കൊണ്ടുവരുന്നതിലൂടെ ഈ സംഖ്യയ്ക്ക് നിങ്ങളുടെ മനസ്സിന് ഉത്തേജനം നൽകാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് മൊബൈൽ നമ്പറിന്റെ ആകെ തുക 4 വരുന്നവരുടെ കാര്യം നോക്കാം. ബാങ്കിംഗ് പ്രൊഫഷണലുകൾ, അക്കൗണ്ടിങ് അല്ലെങ്കിൽ CA, അഭിഭാഷകർ എന്നിവർക്ക് ഭാഗ്യം നൽകുന്നതാണ് 4. വിശ്വാസ്യത, പ്രശസ്തി എന്നിവ ആവശ്യമുള്ള ബിസിനസ്സുകാർക്ക് ഈ നമ്പർ മികച്ച രീതിയിൽ പ്രവർത്തിക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലാണെങ്കിൽ ഈ നമ്പർ പലതരത്തിലും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ആകെ തുക 5 ആണെങ്കിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഈ സംഖ്യയെ പരിവർത്തനത്തിന്റെ നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങളെ സാഹസികരാക്കും. വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ നമ്പർ മികച്ചതാണ്. ഈ നമ്പറിനെ യാത്രക്കാരുടെ സംഖ്യ എന്നും വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ നമ്പർ ഏറ്റവും അനുയോജ്യമായതായിരിക്കും. ഇത് കുടുംബസ്ഥർക്ക് നല്ലൊരു സംഖ്യയല്ല. കുടുംബാംഗങ്ങൾക്ക് അച്ചടക്കവും ഉത്തരവാദിത്വവും ഈ സംഖ്യ നൽകുന്നില്ല എന്നതുകൊണ്ടാണ് കുടുംബസ്ഥർക്ക് ഇത് നല്ലതല്ല എന്ന് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ആകെ തുക 6 ആണെങ്കിലുള്ള കാര്യം നോക്കാം. 2ാം നമ്പറിന് പുറമെ കുടുംബസ്ഥർക്ക് യോജിച്ച സംഖ്യയാണ് 6. ഈ നമ്പർ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഊർജം നൽകുന്നു എന്നതാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണവും കരുതലും നൽകുന്നു. ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. കല, സംഗീതം, അഭിനയം എന്നിവയിൽ താല്പര്യമുള്ളവർക്ക് ഈ നമ്പർ അനുയോജ്യമാണ്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ ഈ നമ്പർ സഹായിക്കും. എന്നാൽ പ്രണയബന്ധങ്ങൾ ഇല്ലാത്ത അവിവാഹിതർക്ക് ഈ നമ്പർ ഉചിതമല്ല. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ആകെ തുക 7 ആണെങ്കിലുള്ള ഫലങ്ങളെ കുറിച്ച് നോക്കാം. ന്യൂമറോളജി അനുസരിച്ച് വേദിക് സംഖ്യാശാസ്ത്രത്തിൽ നമ്പർ 7നെ കേതുവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഈ സംഖ്യയെ നിഗൂഢതകളുടെ സംഖ്യ എന്നും ആത്മീയതയുടെ സംഖ്യ എന്നും വിളിക്കാറുണ്ട്. ഒരു മാനസിക രോഗ വിദഗ്ധർ, ജ്യോത്സ്യൻ, സംഖ്യാശാസ്ത്രജ്ഞൻ, വാസ്തുവിദഗ്ധൻ അല്ലെങ്കിൽ നിഗൂഢതയിലേക്ക് നയിക്കുന്ന മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിൽ 7ാം നമ്പർ ഏറ്റവും മികച്ച സംഖ്യയാണ്. ഗവേഷകർക്കും ഈ സംഖ്യ അനുയോജ്യമാണ്. എന്നാൽ ശാരീരിക ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഈ സംഖ്യ നല്ലതല്ല. ബിസിനസ്സുകാർക്കും ഈ നമ്പർ അത്ര നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ആകെ തുക 8 ആണെങ്കിലുള്ള ഫലങ്ങളെ കുറിച്ച് പറയാം. സംഖ്യാശാസ്ത്രത്തിലെ 8ാം നമ്പർ ശനിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ന്യൂമറോളജിയിലെ മറ്റേതൊരു സംഖ്യയും നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത വെല്ലുവിളികളും തടസ്സങ്ങളും ഇത് നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ നമ്പർ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ഈ സംഖ്യ രാഷ്ട്രീയക്കാർക്കും സാമൂഹിക പ്രവർത്തകർക്കും നല്ലതാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ ചേരാൻ പദ്ധതിയിടുന്നവർക്ക് ഈ നമ്പർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ബിസിനസ്സുകാർ, അഭിഭാഷകർ, വിദ്യാഭ്യാസ ഉപദേഷ്ടാക്കൾ എന്നിവർക്കും ഈ നമ്പർ നല്ല ഫലം നൽകുന്നു. എന്നാൽ ആത്മീയർക്ക് നല്ലതല്ല. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ആകെ തുക 9 ആണെങ്കിലുള്ള ഫലങ്ങളെ കുറിച്ച് പറയാം. ന്യൂമറോളജി അനുസരിച്ച് ഏറ്റവും ഭാഗ്യമുള്ള നമ്പറാണ് 9. ഇത് നിസ്വാർത്ഥ സേവനത്തെയും ആദർശവാദത്തെയും ദയുള്ള മനസ്സിനെയും സൂചിപ്പിക്കുന്നു. ഈ സംഖ്യയെ ഭാഗ്യമുള്ളവരുടെ സംഖ്യ എന്നും വിളിക്കുന്നു. ഈ നമ്പർ പണവും സമ്പത്തും ആകർഷിക്കുകയും നിലനിർത്തുകയും ചെയ്യും. ഡോക്ടർമാർ, നഴ്സുമാർ, പത്രങ്ങള്, മാസികകള്, NGOകള് പോലുള്ളവർക്ക് ഈ നമ്പർ നല്ലതാണ്. ഈ നമ്പറിന് പെട്ടെന്ന് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് ചേർന്ന നമ്പർ അല്ല ഇത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് മൊബൈൽ നമ്പറിന്റെ ആകെ തുക നോക്കി നിങ്ങളെ കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ്.
അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി കൃത്യമല്ല എങ്കിൽ അതും കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വസ്തു എന്നതിലുപരി മൊബൈൽ നമ്പറിന് നമ്മുടെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധം തന്നെയാണുള്ളത്. അപ്പൊ ഇനി പുതിയ മൊബൈൽ നമ്പേഴ്സ് എടുക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം എടുക്കുക. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സംഖ്യകളുണ്ട്. അതൊക്കെയും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അത് പക്ഷെ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.